നമസ്കാരം, ഞാൻ ജയമോഹനാണ്. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഉത്തര കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നഗരത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി മധൂർ ദേശത്ത് മധുവാഹിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മൊഗ്രാൽ പുഴയുടെ പടിഞ്ഞാറേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. കാമദേവനെ വധിച്ചതിന് ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന പരമശിവനും വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധിവിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നാൽ ഇവരിൽ കൂടുതൽ പ്രസിദ്ധി ഗണപതി ഭഗവാനാണ്. ക്ഷേത്രത്തിൽ ഉപദേവതകളായി കാശി വിശ്വനാഥൻ, ദുർഗാ പരമേശ്വരി, സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, വീരഭദ്രൻ, ഹംസരൂപത്തിലുള്ള ശിവൻ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കുമ്പളസീമ എന്നറിയപ്പെടുന്ന മായിപ്പാടി പ്രദേശത്തെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇവിടെയുള്ള ഗണപതി പ്രതിഷ്ഠ ചുവരിൽ നിന്ന് കോറിയെടുത്തുണ്ടാക്കിയതാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. മേടമാസത്തിൽ വിഷു സംക്രമത്തിന് കൊടിയേറി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കുംഭമാസത്തിലെ ശിവരാത്രി, അതേ മാസത്തിൽ നടക്കുന്ന മധൂർ ബേദി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എല്ലാ ദിക്കിൽ നിന്നുള്ള ഭക്തജനങ്ങൾ പല ഉത്സവങ്ങൾക്കും ഒത്തുകൂടുന്നു. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലാണ് 33 വർഷങ്ങൾക്ക് ശേഷം അതിവിശിഷ്ടമായ മൂടപ്പ സേവ നടത്തിയത്. ബ്രഹ്മകലശോത്സവത്തിന്റെ 10ാം ദിവസമായ ശനിയാഴ്ച മൂടപ്പ സേവയുടെ അരിക്കൊട്ടിൽ മുഹൂർത്തം നടന്നു. ശനിയാഴ്ച ഉച്ചയോടെ ഗണപതി ഭഗവാന് ഏറെ ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു. അതിപ്രധാനമായ ചടങ്ങാണിത്. വൈകിട്ട് 7:30 മൂലസ്ഥാനമായ ഉളിയത്തടുക്കയിലേക്ക് ദേവന്റെ എഴുന്നള്ളത്തും നാടിന് സാക്ഷ്യം വഹിച്ചു. കർണാടക ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാർ അടക്കമുള്ളവർ മദനന്തേശ്വര ക്ഷേത്ര സന്നിധിയിലെത്തി. ഞായറാഴ്ച രാവിലെ 6:20 കവാടം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഉണ്ണിയപ്പ പർവ്വതത്തിന്റെ മധ്യത്തിൽ നിന്ന് മധൂർ സിദ്ധിവിനായക ദേവന്റെ ദിവ്യ ദർശനമുണ്ടായി. തിങ്കളാഴ്ച നടക്കുന്ന വൈദിക പരിപാടികളോടെ 12 ദിവസം നീണ്ടുനിന്ന അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവത്തിനും മൂടപ്പ സേവയ്ക്കും സമാപനം കുറിച്ചു. ചലച്ചിത്ര താരങ്ങളും രാഷ്ട്രീയ നേതാക്കളുമടക്കം കേരളത്തിലെയും കർണാടകത്തിലെയും നിരവധി ഭക്തജനങ്ങൾ ഉത്സവത്തിൽ പങ്കെടുത്തു. ഇവിടുത്തെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് നല്ല വലിപ്പമുണ്ട്. ആദ്യകാലത്ത് ഈ രൂപം വളരെ ഉയരത്തിൽ വളരുമായിരുന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്ന ഒരു കന്നഡ സ്ത്രീ ഇവിടെ ഗണപതി നടയിൽ വന്ന ശേഷം ഉയരത്തിൽ ഇനി വളരരുത്, വീതിയിൽ വളരൂ എന്ന് പറയുകയും തുടർന്ന് വീതിയിൽ വലുതാകാൻ തുടങ്ങുകയായിരുന്നുവത്രേ. ഈ വിഗ്രഹം ഇന്നും വളരുന്നുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ശിവൻ കിഴക്കോട്ടും ഗണപതി തെക്കോട്ടും അഭിമുഖമായി വാഴുന്നു. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സിദ്ധി, ബുദ്ധി, തടസ്സങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് വിഘ്നേശ്വരൻ അഥവാ ഗണപതി എന്ന സങ്കല്പം. ഒരിക്കൽ കടന്നുകയറ്റത്തിനിടയ്ക്ക് ദാഹം തോന്നിയ ടിപ്പു സുൽത്താൻ ഇവിടെ ക്ഷേത്രക്കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചു എന്നും അദ്ദേഹത്തിന്റെ മനസ്സ് മാറി അദ്ദേഹം ക്ഷേത്രം നശിപ്പിക്കാതെ വിട്ടു എന്നും ഐതിഹ്യമുണ്ട്. ടിപ്പു തന്റെ വാളുകൊണ്ട് വരച്ചുണ്ടാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു മുഖംമൂടി ഈ ക്ഷേത്രത്തിലുണ്ട്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രം ഒരു ശിവക്ഷേത്രമാണെങ്കിലും ഗണപതിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് ഇവിടെ ശിവൻ മാത്രമാണ് പ്രതിഷ്ഠയായി ഉണ്ടായിരുന്നത്. പരമശിവനെ പൂജിക്കാൻ ദിവസവും രാവിലെ പൂജാരിമാർ വരുമായിരുന്നു. അവരുടെ കൂടെ വന്ന കുട്ടികൾ കളിയായി അമ്പലത്തിലെ ഒരു ചുവരിൽ ഗണപതി രൂപമുണ്ടാക്കി പൂജ നടത്തുകയും നിവേദ്യമായി പച്ചയപ്പം, വേവിക്കാത്തപ്പം നേദിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ഒരിക്കൽ വലിയ പൂജാരിമാർ കാണുകയും പ്രശ്നഗിരിയിൽ അവിടെ ഗണപതി സാന്നിധ്യം കണ്ടെത്തുകയുമായിരുന്നു. ഗണപതി വിഗ്രഹം ചുമരിൽ നിന്ന് പുറത്തേക്ക് വന്നതുപോലെയാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾ നിവേദിച്ച പോലെ ഇന്നും പച്ചയപ്പമാണ് മഹാഗണപതിക്ക് പ്രധാനം. അവിടുത്തെ പ്രധാനപ്പെട്ട വേറെ പ്രസാദമാണ് ഉണ്ണിയപ്പം. ഭക്തജനങ്ങൾ മഹാഗണപതിക്ക് സാധാരണയായി ഉദയാസ്തമന പൂജ നടത്തുന്നു.
മധൂരിലെ പ്രശസ്തമായ പ്രസാദപ്പമായ അപ്പം വളരെ രുചികരമാണ്. അപ്പം എല്ലാ ദിവസവും ഇവിടെ പാചകം ചെയ്യുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.